നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പാ സർവേശ്വര. 9ാമത്തെ ദശകം വീണ്ടും ബ്രഹ്മാവിൻ്റെ തപസ്സും സൃഷ്ടികർമ്മമാണ്. തൻ്റെ ഉത്ഭവം ബ്രഹ്മാവ് തിരയണു, ഭഗവാനെ ദർശിക്കണു, ഭഗവാന്റെ അനുഗ്രഹത്തോടെ സൃഷ്ടിക്കുള്ള ശക്തി ഇവിടെ ആർജിക്കുകയും ചെയ്യുന്ന ആ കഥയാണ്. 100 ദിവ്യവർഷക്കാലം കൂടി ബ്രഹ്മാവ് തപസ് ചെയ്തിട്ട് മുൻപത്തെക്കാട്ടിലും തപോബലം നേടി ഭഗവാനെ നേടുന്നത് പറയണു. അവിടെയാണ് ആ അവസാനം, അത് ആ ദശകം അവസാനിക്കുമ്പോൾ ഭട്ടതിരി പറയുന്നുണ്ട്, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഏതൊരു താമരയെ ആധാരമാക്കിയിട്ടാണോ ബ്രഹ്മാവ് 3 ലോകങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്, അത് അങ്ങയുടെ കാരുണ്യമാണ്. അങ്ങനെ കാരുണ്യമുള്ള ഗുരുവായൂരപ്പ, അങ്ങയുടെ ദയ നിറഞ്ഞ ഒരൊറ്റ നോട്ടം കൊണ്ട് എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റി തരണേന്നാണ് പറഞ്ഞത്. പുറത്തെ ലോകത്തിൽ നമുക്ക് എത്ര തിരഞ്ഞാലും ഗുരുവായൂരപ്പനെ കാണാൻ പറ്റില്ല. പക്ഷേ ഏകാഗ്രമായിട്ടുള്ള തപസ് കൂടിയും സമാധി കൂടിയും സ്വന്തം ഉള്ളിൽ ദർശിക്കാൻ കഴിയുന്നു. ബ്രഹ്മാവ് സൃഷ്ടിയൊക്കെ ചെയ്തിട്ട് നമ്മളൊക്കെ ജീവിതത്തിൽ വിചാരിക്കണമാതിരി ഞാൻ അത് അച്ചീവ് ചെയ്തു, ഇത് അച്ചീവ് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ അഹങ്കരിച്ചു. പക്ഷേ ആത്യന്തികമായിട്ട് ബ്രഹ്മാവിന് സമാധാനം കിട്ടിയില്ല. സൃഷ്ടിയിൽ ശക്തി നശിച്ചുപോയി. അവനവൻ്റെ സ്കില്ലുകളിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ നമ്മൾ തളരും. അതുകൊണ്ട് അത് ഉണർത്തണമെങ്കിൽ വീണ്ടും തപസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് മഹൽക്കർമ്മങ്ങൾ ചെയ്യണവർക്ക് തപസ് അത്യന്താപേക്ഷിതമാണ്. അസുരന്മാർ പോലും അതുകൊണ്ടാണ് പോയിട്ട് തപസ് ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് പോലും ആ വിദ്യ അറിയാം, മനുഷ്യനാണ് ചെയ്യാൻ മടി. അത് ചെയ്ത് ബ്രഹ്മാവ് എങ്ങനെയാണ് സൃഷ്ടിശക്തി നേടിയെടുത്തതെന്ന് പറയണ്. ഈ 9ാമത്തെ എന്താ പറയുക ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ തപസ്സും സൃഷ്ടികർമ്മവും പറയും. അതിനുശേഷം ആ നാഭീകമലത്തിൽ ബ്രഹ്മാവ് ജനിച്ചിട്ട് ചുറ്റും നോക്കണു. താൻ എവിടെ നിന്നുണ്ടായി എന്നറിയണില്ല, തന്നെ ആര് സൃഷ്ടിച്ചു എന്നറിയുന്നില്ല. അങ്ങനെ എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരാണെന്നറിയില്ല എന്നുള്ളൊരു ഭാവം ഒരാളിൽ വരുമ്പോഴാണ് യഥാർത്ഥ അറിവ് തുടങ്ങുന്നത്. ബ്രഹ്മാവിൽ തന്നെ അതുണ്ടായി, എനിക്കറിയില്ല ഞാൻ ആരാ, ഞാൻ എവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ്. നമ്മുടെ വിചാരം നമുക്കെല്ലാം അറിയാമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഇന്ന വീട്ടിൽ ജനിച്ചാണ്, ഇന്ന ആളുടെ ഭർത്താവാണ്, ഭാര്യയാണ്, ഇതൊക്കെ പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കുകയാണ്. എനിക്ക് ഒന്നും അറിയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞ മാതിരി ആദ്യമേ അങ്ങോട്ട് തീരുമാനിച്ചാൽ ഭഗവാനെ കാണാനുള്ള വഴി അവിടെ ആദ്യം തുറന്നു കിട്ടും. ഏകാന്തതയുടെ നൊമ്പരത്തിൽ ഇരുന്നു എന്നാണ്, ഒറ്റപ്പെടൽ. ചുറ്റും നോക്കണു, ആരെയും കാണാനില്ല. ബ്രഹ്മാവ് ചുറ്റും നോക്കി, ഞാൻ ഒറ്റയ്ക്കാണ് ഈ ലോകത്ത് എന്ന് മനസ്സിലാക്കി. ആത്മാവിന് താൻ ഒറ്റയ്ക്കാണെന്ന് തോന്നണത്രേ. നമ്മൾ പറയില്ലേ, ഒറ്റപ്പെട്ടു ഞാൻ, ഒറ്റപ്പെട്ടു ഞാൻ, ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടു തോന്നുമ്പോഴേ അത്ര ആത്മാവിന് സ്വന്തം അമ്മയെ തരാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ എവിടെയെന്ന് അപ്പോഴത്ര അന്വേഷിക്കുക, അതുവരെ അന്വേഷിക്കില്ല. അവനവൻ്റെ അമ്മ ആരാ? ഈ പരമാത്മാവാണ്. ആ ഭഗവാനെ അന്വേഷിക്കാൻ തോന്നണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെടണം. അപ്പോൾ ഭഗവാൻ എല്ലാം പൊളിച്ച് പൊളിച്ച് കളയുന്ന പറയുക. അപ്പോൾ പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ കഥ പറയാറുണ്ട് ഞാൻ ചില സ്ഥലത്ത്. കൊല്ലങ്കോട് പി ഗോപാലൻ നായർ ഭാഗവതം ഇത്രയും വോളിയം എഴുതി വെച്ച ആൾ. എല്ലാം അദ്ദേഹം കൊല്ലങ്കോട് രാജാ സ്കൂളിലോട്ടായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ഭാര്യ മരിച്ചു, മകൻ മരിച്ചു, എല്ലാവരും മരിച്ചു. ഒറ്റയ്ക്കായി ഗുരുവായൂരപ്പൻ സകലതും എടുത്തോണ്ട് പോയി. എന്നിട്ടും പൂന്താനത്തിനെ പോലെയാണ്. അതൊക്കെ ഒരു ഏതോ കാലത്ത് ജീവിച്ചവരല്ല, ഇതെപ്പോ ഇന്നാള് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ തൊട്ടടുത്ത് ജീവിച്ചവരാ. ഇതൊക്കെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. കാശി തമ്പുരാനാണെങ്കിലും പണ്ഡിറ്റ് ഗോപാലൻ നായരാണെങ്കിലും ഒക്കെ. പുറത്ത് തെരയണ് എന്നിട്ട് ബ്രഹ്മാവ് ഈ അകത്തെ ഒറ്റപ്പെടൽ മാറ്റാൻ പുറത്ത് കമ്പനി തരികയാണ്, കിട്ടണില്ല. ഈ താമരയ്ക്ക്, ഞാൻ ജനിച്ച താമരയ്ക്ക് ഒരു കാരണമുണ്ടാവും എന്നൊക്കെ ബ്രഹ്മാവ് ഉറപ്പിക്കുന്നുണ്ട്. അദ്ദേഹം താമരയുടെ തണ്ടിൽ കൂടെ ഒരു ഡോറുണ്ട്, അകത്തൊരു നിലവറ തുറന്നിട്ട്, താമരയുടെ അകത്താണല്ലോ ഇരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ താമരയുടെ നാളിയുടെ ഉള്ളിലേക്ക് ഒരു വഴിയുണ്ട്. മൂപ്പര നിലവറ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് പോയി നോക്കും. ഇത് എവിടുന്നാണ് വന്നത്, ഞാൻ എവിടുന്നാണ് വന്ന വഴിയാണോ, ഇതിൽ കൂടെയാണോ ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് പോയി നോക്കും, കാണില്ല. പുറത്ത് വന്നിട്ട് ചുറ്റും നോക്കും, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടി, കടൽ മാതിരി കിടക്കുകയാണ്. താൻ എവിടുന്ന് വന്നു എന്നറിയാൻ അദ്ദേഹത്തിന് യാതൊരു മാർഗ്ഗമില്ല. അങ്ങനെ നമ്മൾ കയറി ഇറങ്ങി, ചില ആൾക്കാരുണ്ട്, ഞാൻ ഈശ്വരാന്വേഷിയായിട്ട് വീട് വിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റികളൊക്കെ വഴിയിലിട്ടിട്ട് ഒറ്റ പോകൂ. അവരോടൊക്കെ പറയണതാണ് ബ്രഹ്മാവിൻ്റെ അവസ്ഥയാവും. ചലനം കൊണ്ടും ഇറങ്ങിപ്പോക്ക് കൊണ്ടും ഒന്നും നമുക്ക് ഭഗവാനെ കിട്ടില്ല. നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയാലും ഉള്ളം പാകപ്പെടാണ്ട ദർശനം കിട്ടില്ല. ശുദ്ധബുദ്ധിക്ക് മാത്രമേ അതറിയുള്ളൂ. അതുകൊണ്ടാണ് ഗണപതിക്ക് അച്ഛനും അമ്മയും ചുറ്റി ഉടനെ ജ്ഞാനപ്പഴം കിട്ടിയത്. പാവം മുരുകൻ എഫർട്ടിൽ വിശ്വസിച്ചു, അദ്ദേഹം ലോകം മുഴുവൻ കറങ്ങി, അതുകൊണ്ട് പഴം കിട്ടിയതുമില്ല. കഥകൾ കൂട്ടിമുട്ടണ കണ്ടോ? എവിടെ ഇരുന്ന കഥയാണ് ഇപ്പോൾ വന്നിട്ട് പട്ടയെന്ന് പറഞ്ഞിട്ട് വന്ന് വീണത്. അതങ്ങനെയാണ്. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആചാര്യന്മാർ. അതുകൊണ്ട്
കുറേ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടും കുറേ വൃന്ദാവനത്തിൽ പോയിട്ടും കുറേ ദ്വാരകയിൽ പോയിട്ടും ആ ടൂർ നടത്തിയിട്ടും ഈ ടൂർ നടത്തിയിട്ടും ഗുരുവായൂർ 50 പ്രാവശ്യം പോയാലും ശബരിമലയ്ക്ക് 99 തവണ പോയാലും അകത്ത് കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല. ഞാൻ പിടി തരില്ല സ്വാമീന്ന് സ്വാമി നമ്മളോട് പറയും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് എന്താ, ഉള്ളിലേക്ക് തിരിയണം എന്ന് പഠിപ്പിക്കണു. 4-ാമത്തെ ശ്ലോകത്തിൽ സമാധി തുടങ്ങണം. പുറത്തല്ല അന്വേഷിക്കേണ്ടത്. 100 വർഷം അലഞ്ഞു നടന്നു, എന്നിട്ട് തിരിച്ചു വരികയാണ്. ബ്രഹ്മാവിൻ്റെ 100 വർഷമാണ്. ആലോചിച്ച് നോക്കണം. ബ്രഹ്മാവിൻ്റെ ഒരു പകലിൻ്റെ പകുതിയാണ് കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഓരോ കാലഗണന എന്തായിരിക്കും 100 വർഷം അലഞ്ഞിട്ട് താഴെ പോയി നോക്കി, പുറത്ത് വന്ന് നോക്കി, എല്ലാവിടെയും അലഞ്ഞു, കിട്ടിയില്ല. അദ്ദേഹം ഓട്ടം നിർത്തി. അങ്ങനെയാണ് ഓടി ഓടി ഗുരുവായൂരപ്പനെ കിട്ടാൻ വേണ്ടി ഓടി 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 തളർന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇരിക്കും, ക്ഷീണമായിട്ടിരിക്കും. ആ ഇരിക്കുമ്പോൾ മനസ്സങ്ങടെ ഏകോപിക്കും. ആ സമയത്ത് തോന്നും, ഗുരുവായൂരപ്പ അങ്ങനെ പരീക്ഷിക്കണോ, അങ്ങനെ ഓടിക്കണോ, ഒരു കൃപ കാണിച്ചൂടെ, അത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറയാൻ തോന്നണ നിമിഷത്തിൽ സമാധി വരും. ദൃഢമായിട്ടുള്ള സമാധി ഉണ്ടായത്ര ബ്രഹ്മാവിന്. പുറത്ത് തെരച്ചിൽ നിന്നപ്പോൾ അകത്ത വാതിൽ തുറന്നു. അകക്കണ്ണിലാണ് വിരിയണം അങ്ങോട്ട് ദർശനം. പിന്നെ 5ാമത് ദീർഘമായിട്ടുള്ള സമാധിക്ക് ശേഷം ബ്രഹ്മാവിൻ്റെ മനസ്സിങ്ങനെ തെളിഞ്ഞ കണ്ണാടി പോലെയായി. അപ്പം ഭഗവാൻ സങ്കല്പമായിട്ടല്ല, ജീവനുള്ള സാന്നിധ്യമായിട്ട് ആ ശേഷനാഗത്തിൻ്റെ മുകളിൽ ശയിക്കണ രൂപത്തിൽ ആ അനന്തശായിയായിട്ടുള്ള ഭഗവാൻ പുരുഷോത്തമൻ പത്മനാഭൻ പ്രത്യക്ഷപ്പെടുന്നു. മനസ്സ് സുതാര്യമാകുമ്പോൾ, കണ്ണാടി പോലെ ആവുമ്പോൾ ഭഗവാനെ കാണാറാകും. ഭഗവാനെ കാണാൻ വേറെ മാർഗമൊന്നുമില്ല. നമ്മുടെയൊക്കെ മനസ്സിങ്ങനെ കരി പിടിച്ചിട്ട് അവിടെ കണ്ണാടി ഉണ്ട് എന്ന് പോലും നമുക്കറിയില്ല. വിരലോണ്ട് ഒന്ന് തോണ്ടി അവിടെ മാത്രം ഒരു തിളക്കം കാണാം, അല്ലേ? ശരിയല്ലേ? ഇയാളെന്ത് ഈ സന്ധ്യനേരമായിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ? അപ്പോൾ ആരാധിക്കണേൻ്റെ ആ ശോഭ, ബ്രഹ്മാവ് ദൃശ്യമായിട്ടുള്ള ആ രൂപത്തിനെ ഭട്ടതിരി വിടിരുന്ന് പറയാണ്, ഗുരുവായൂരപ്പ ബ്രഹ്മാവ് കണ്ട ആ രൂപത്തിനെ ഞാനും ധ്യാനിക്കട്ടെ. കിരീടവും ആഭരണങ്ങളും പീതാംബരവും കൗസ്തുഭമണിയും അണിഞ്ഞിട്ടുള്ള ആ നീലരൂപം വെറുതെ ആരും വർണ്ണിച്ചുണ്ടാക്കിയതല്ല. അങ്ങയുടെ സൗന്ദര്യം തന്നെ ഔഷധമാണ്. ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം ഔഷധമാണ്. ദൈവത്തിൻ്റെ രൂപം, ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിനെ അലിയിക്കും. ഉരുകിയ മനസ്സ് എന്ന് പറഞ്ഞാൽ മുക്തിയുടെ തുടക്കമാണ്. ഭദ്രം എന്ന് പറഞ്ഞാൽ ഭയത്തെ ദ്രവിപ്പിക്കുന്നത് എന്നർത്ഥം. ആ ഭദ്രം സംഭവിക്കുന്നത് അപ്പോഴാണ്. അത് തരുന്നവളാണ് സുഭദ്ര. അത് തരുത്തുന്ന കാലത്തിൻ്റെ രൂപമാണ് ഭദ്രകാളി. മനസ്സിലെ ഭയത്തെ ദ്രവിപ്പിക്കുന്നവൾ. ഞാനിപ്പോൾ ഈ പറഞ്ഞത് 99% പേരും കേട്ടിട്ടില്ല. വെച്ച പഴത്തിലും നമസ്കരിച്ചവരിലുമാണ്. ഗുരുവായൂരപ്പൻ ക്ഷമിക്കട്ടെ. നാളെ തൊട്ട് ഞാൻ വടി കൊണ്ടുവരും. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ എനിക്ക് ശേഷി തരണേ ഭഗവാനെ എന്നാണ് പറഞ്ഞത്. വേദങ്ങൾ പുകഴ്ത്തണ ഭഗവാന്റെ അടുത്ത് ബ്രഹ്മാവ് ഒരൊറ്റ കാര്യം ചോദിക്കണു, ലോകസൃഷ്ടി നടത്താൻ എൻ്റെ ബുദ്ധിക്ക് പ്രാപ്തി തരണേ. സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് പോലും ഭഗവാൻ ബലം കൊടുക്കണ ഒരു ബുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഭഗവാന്റെ അനുമതിയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് കർമ്മവും പവിത്രമാവുള്ളൂ. യുദ്ധം പോലും ഭഗവാന്റെ അനുമതിയോടുകൂടി ചെയ്യുമ്പോൾ. മഹാഭാരതത്തിൽ ധർമ്മവ്യാധൻ്റെ കഥയുണ്ട്. ഉജ്ജയിനി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ജീവിക്കണ ചണ്ഡാളൻ യാതൊരു വിധത്തിലുള്ള ദൈവിക ക്രിയയും ചെയ്യുന്നില്ല. പെറ്റ അച്ഛനും അമ്മയും നന്നായി നോക്കുന്നുണ്ട്. ഇറച്ചി വെട്ടാണ് പണി. ഇറച്ചി വെട്ടുന്നതിന് മുമ്പ് ഭഗവാനെ ഒന്ന് സ്മരിച്ചിട്ട് ഇറച്ചി വെട്ടും. പക്ഷേ മഹാസിദ്ധൻ, മഹാഭാരതത്തിൽ 13ഓളം ഗീതകൾ ഉള്ളതിൽ ഒരു ഗീത വ്യാധഗീതയാണ്. കൗശികൻ എന്ന് പറയുന്ന മഹർഷിക്ക് വ്യാധൻ ഉപദേശിക്കുന്നത്. ഭഗവാൻ ഉപദേശിക്കണ 3 ഭഗവത്ഗീത, അനുഗീത, ഉത്തരഗീത. വ്യാധൻ്റെ ഗീത, വിതുരൻ്റെ ഗീത, അങ്ങനെയൊക്കെ ഗീതകളുണ്ട്. ഒരു ഗീതയൊന്നുമല്ല മഹാഭാരതത്തിൽ, അനവധി ഗീതകളാണ്. അതിലൊന്ന് വ്യാധഗീതയാണ്. വിശേഷ ഗീതയാണത്. നമ്മൾക്ക് അച്ഛനമ്മമാരോടുള്ള നമ്മുടെ കടമ എന്താണ്, യഥാർത്ഥ സിദ്ധി എന്താണ്, യഥാർത്ഥ സാക്ഷാത്കാരം എന്താണെന്ന് പഠിപ്പിക്കുന്നത് ഉജ്ജയിനി നഗരത്തിലെ ഒരു ചണ്ഡാളനാണ്. ധർമ്മവ്യാധൻ അവൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ അനുമതിയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ കർമ്മം പവിത്രമാവുള്ളൂ. അത് ചണ്ഡാളക്രിയയാണെങ്കിൽ പോലും ഭഗവാന്റെ അനുമതിയോടെ ആണെങ്കിൽ അത് പവിത്രമാകും. അതാണ് പറഞ്ഞു വരുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സൃഷ്ടിക്കുള്ള അധികാരം കൊടുക്കും. എന്നിട്ട് പറയും, നീ തുടർന്നും തപസ് ചെയ്യുക, അചഞ്ചലമായിട്ടുള്ള ഭക്തി വരുത്തട്ടെ. ആ ഭക്തി നിന്റെ സകല വിജയങ്ങൾക്കും ആധാരശിലയായിട്ട് മാറും. ബ്രഹ്മദേവ, നീ ധൈര്യമായിട്ട് തപസ് ചെയ്തോ. ജ്ഞാനവും കർമ്മവും ഭക്തിയുടെ കൈകളിൽ എപ്പോഴും സുരക്ഷിതമാണ്. അതൊരിക്കലും പിന്നെ വഴിതെറ്റിക്കില്ല.
അതുകൊണ്ടാണ് ജ്ഞാനമാർഗത്തിലാണെങ്കിലും യോഗമാർഗത്തിലാണെങ്കിലും കർമ്മമാർഗത്തിലാണെങ്കിലും മേമ്പൊടിക്ക് ഭക്തി വേണം, ഇല്ലെങ്കിൽ വിനയം വരില്ല, വരട്ടുവാദവും അഹങ്കാരം വരും. കർമ്മമാർഗത്തിലാണെങ്കിൽ അഹങ്കാരം വരും, ജ്ഞാനമാർഗത്തിലാണെങ്കിൽ അതും അഹങ്കാരം ഉണ്ടാക്കും. യോഗമാർഗത്തിലാണെങ്കിലും അഹങ്കാരം ഉണ്ടാക്കും. യോഗമാർഗത്തിൽ സിദ്ധി വരും, ജ്ഞാനമാർഗത്തിൽ ഞാൻ എല്ലാം അറിഞ്ഞു തോന്നും, കർമ്മമാർഗത്തിൽ ഞാനാണ് ഏറ്റവും വലിയ കർമ്മയോഗി എന്ന് തോന്നും, ഫ്ലെക്സ് വയ്ക്കാൻ തോന്നും. ഭക്തി ഉണ്ടെങ്കിൽ വിനയം ഉണ്ടാവും, ഒക്കെ ഭഗവാന് സമർപ്പിക്കും. കാറ്റിനെയും ജലത്തിനെയും ബ്രഹ്മാവ് അടക്കണാണ്. ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്യും. ആ സമയത്ത് കാറ്റിൽ താമര ഇങ്ങനെ വിറയ്ക്കും, എവിടുന്നോ അടിക്കണ കാറ്റാണ്. ആ കാറ്റിൽ താനിരിക്കണ താമര വിറയ്ക്കുമ്പോൾ ഭഗവാന്റെ കരുത്തോട് കൂടിയിട്ട് അദ്ദേഹം ആ കാറ്റിനെയും ജലത്തിനെയും പാനം ചെയ്യും, കുടിക്കും. അതായത് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, എന്തും നമ്മൾ തുടങ്ങി വെക്കണതിന് മുൻപ് നമ്മുടെ മനസ്സിനെ ഇളക്കാൻ പലതും വരും. അതിനെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഭക്ഷിച്ചേക്കണമെന്ന്. ആ കാറ്റും ആ ജലവും ഒക്കെ ആർത്തലച്ച് വന്നത് ബ്രഹ്മാവിൻ്റെ മനസ്സിളക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മാവിൻ്റെ മനസ്സ് ഇളകിയില്ല, അദ്ദേഹം അതിനെ പാനം ചെയ്തു. 10ാമത്തെ ശ്ലോകത്തിൽ സൃഷ്ടിയുടെ തുടക്കം പറയണു. ഭഗവാന്റെ കൃപ കൊണ്ട് ബ്രഹ്മാവ് 3 ലോകങ്ങളെയും സൃഷ്ടിച്ചു. പെട്ടെന്ന് വീണ്ടും ഭട്ടതിരിക്ക് ഓർമ്മ വരികയാണ്, ഞാനിതൊക്കെ പറയുന്നുണ്ട്, ഗുരുവായൂരപ്പ എൻ്റെ അസുഖങ്ങൾ മാറ്റി തരണേ, ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം കരയണു. ലോകങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയ ഗുരുവായൂരപ്പനുണ്ടോ നമ്മുടെ ഈ ചെറിയൊരു ജീവിതം ഒന്ന് നോക്കി നടത്താൻ പ്രയാസം? എന്നെ ഒന്ന് നോക്കി നടത്തുക ഗുരുവായൂരപ്പ, എൻ്റെ ഈ ചെറിയ വേദന ഒന്ന് മാറ്റിത്താ എന്ന് നിഷ്കളങ്കായിട്ടുള്ള ഹൃദയത്തോട് കൂടിയിട്ട് പറയണ ആർക്കും ഭഗവാൻ പ്രാപ്യനാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് പോലും അജ്ഞതയെന്നാണ് തുടങ്ങണം. അതുകൊണ്ട് നമ്മൾ മോശം വിചാരിക്കേണ്ട, ഓ ഞാൻ അറിവില്ലാത്തവൻ, എന്നെ ഒന്നിനും കൊള്ളില്ല, അതൊന്നും പറയണ്ട. ബ്രഹ്മാവ് അങ്ങനെയായിരുന്നു, അദ്ദേഹമേ ആ അവസ്ഥയെന്നാണ് തുടങ്ങിയത്. എന്ന് വെച്ച് അദ്ദേഹം അതിൽ തന്നെ കടന്നില്ലല്ലോ. അദ്ദേഹം ശ്രമിച്ചില്ലേ, തപസ് ചെയ്തില്ലേ, കയറി വന്നില്ലേ? നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതിന് കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഈ ജീവിതത്തിൽ ഇരുന്നിട്ട് ഈ ചെയ്യണ ജീവിതത്തിനെ, ഈ പ്രവൃത്തിയെ ഭഗവാന് സമർപ്പിച്ച് ജീവിച്ചാൽ മതി. ജീവിതം സാധനയും തപസ്സും വെക്കുക. നമ്മൾ പറയില്ലേ, അവൻ ആ കുട്ടികളെ ഭാര്യ മരിച്ചതിന് ശേഷം വളർത്തിയതൊരു തപസ് പോലെയാണെന്ന് പറയും. ചിലർ പറയും, ഉപയോഗിക്കണ വാക്കുകളാണ്. അയാളൊരു തപസ് പോലെയാണ് കുടുംബം നോക്കിയത്, അയാളൊരു തപസ് പോലെയാണ് വീട് കെട്ടിയത്. ആ കമ്മിറ്റിയിൽ അയാൾ പ്രസിഡൻ്റായി വന്നപ്പോൾ അയാളൊരു തപസ് പോലെയാണ് അമ്പലത്തിനെ വളർത്തിക്കൊണ്ടുവന്നത്. എന്തായി തപസ് എന്ന് പറഞ്ഞത്? അവിടെ സകല ആഗ്രഹങ്ങളെയും കത്തിച്ച് ഇതിരൊറ്റ ഏകമാത്ര ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അത് ഭഗവാന് സമർപ്പിച്ചാൽ മതി. അപ്പോൾ താനെ നമ്മുടെ മുന്നിലുള്ള വാതിലുകളൊക്കെ തുറക്കും. പുറത്തുള്ള അന്വേഷണങ്ങളൊക്കെ എന്തായാലും പരാജയപ്പെടും. നിശബ്ദതയിലിരിക്കുക, സമാധിയിലിരിക്കുക, അകക്കണ്ണ് തുറക്കും. സമാധി വിളിച്ചു വരുത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ടതല്ല, ഞാൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നിശബ്ദമായിട്ടിരുന്നാൽ മതി. നിശബ്ദമായിട്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സമാധി താനെ വരും. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുള്ളൂ, അല്ലാണ്ട് സാധിക്കില്ല. ഭഗവാനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഭക്തിയാണ് നമ്മൾ ചെയ്യണ എല്ലാ കർമ്മങ്ങളെയും സംരക്ഷിച്ച് നിർത്തുന്നത്. നമ്മളെ അഹങ്കാരത്തിൽ വീണു പോകാതെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ കുതിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് നിൽക്കൂ, റിലാക്സ് ആവൂ. ഒരു നിമിഷം ആ ഓട്ടോ നിർത്തുക, അവിടെ നിൽക്കുക, എന്നിട്ട് പറയുക, ഒക്കെ അങ്ങയുടെ കൃപയാണ്. അല്ലാണ്ട് വെറുതെ ഞാൻ രാവിലെ പറഞ്ഞ പൊള്ളയായിട്ട് ഒക്കെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത്, അവനവനെ പറ്റിക്കരുത്. അറ്റ്ലീസ്റ്റ് ഈ ഓട്ടോ നിർത്തുക, എന്നിട്ട് പറയുക, ഭഗവാനെ നിൻ്റെ കൃപയാണ്. എന്നിട്ട് ആ ശേഷനാഗത്തിൽ ശയിക്കണ ആ അനന്തശായിയായിട്ടുള്ള വിഷ്ണുവിനെ സ്മരിക്കുക. അഹംഭാവം ഇല്ലാണ്ട് എൻ്റെ കടമകൾ ചെയ്യാൻ ഗുരുവായൂരപ്പ എനിക്ക് ശേഷി തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. ഇതാണ് ഈ 9ാമത്തെ ദശകത്തിൻ്റെ ചാറ് എന്ന് പറയുന്നത്.